എൻ്റെ ആവശ്യങ്ങൾ എനിക്കിത് താ അത് താ ഇത് താ ഇത് തന്നെയാണ് എപ്പോഴും സാധാരണ നിലയ്ക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്നിട്ട് പറയും ഞാൻ ദൈവവിശ്വാസിയാണ്. ഇത്രയേ ഉള്ളൂ ദൈവവിശ്വാസം എന്നൊക്കെ പറയുന്ന ഒരു ബേസിക് ലെവലിൽ, ഒരു സാധാരണക്കാരൻ്റെ ലെവലിൽ ഇതാണ്. പക്ഷെ അത് റിലിജ്യൻ, അതാണ് റിലിജ്യൻ. സ്പിരിച്വാലിറ്റി അതല്ല. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതാണ് ഈ തേടൽ. എനിക്ക് ദൈവത്തെ അറിയണം എന്നൊരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അന്ന് മുതൽ അയാളുടെ ജീവിതം ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അയാൾക്ക് ഇനി ഈ പാഴ്സൽ അയക്കുന്ന അച്ഛൻ ആരാണെന്ന് അറിയണം. പിന്നെ തുടങ്ങി അത് പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ബിക്കോസ് നമ്മളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ അച്ഛനാണ്, ആ എക്സ്പീരിയൻസ് ആണ്. അതൊരു എക്സ്പീരിയൻസ് ആണ്, അതൊരു വ്യക്തിയല്ല, അതൊരു സാധനമല്ല, ഒരു സ്ഥലമല്ല, അതൊരു എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരിക്കലും വേറൊരാളോട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അത് ഈ കഥയിലുള്ള ഒരു റൂളാണ്, ദൈവത്തിൻ്റെ തന്നെ റൂളാണ്. നാം പാതി ദൈവം പാതി എന്നാണ് പൊതുവെ പറയുന്നത് അല്ലേ? അത് സാധാരണക്കാർ പറയുന്നത്. ഇതിലൊരു പാതിയും ഇല്ല. 100% ദൈവം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ദൈവമല്ലാതെ ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്.